എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള ചെട്ടിനാട് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ പീസ് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ടൊരു മസാല ചെയ്തെടുക്കണം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ജാതിക്ക എടുത്തിട്ടുണ്ട്. ഒരു തക്കോലത്തിൻ്റെ പകുതി എടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 8 മുതൽ 10 വരെ കുരുമുളക് എടുത്തിട്ടുണ്ട്. 2 ഏലക്ക എടുത്തിട്ടുണ്ട്. 2-3 കഷ്ണം ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കശകശ, 7-8 വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ തേങ്ങ കൊത്തായിട്ടാണ് എടുത്തേക്കുന്നത്. ഗ്രേറ്റ് ചെയ്താണേലും എടുക്കാം. ഏകദേശം 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തേങ്ങാക്കൊത്തും മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാലക്കൂട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കണം. അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത പാനിൻ്റെ ചൂട് കൊണ്ട് അതിരുന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കല്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് സവോളയൊക്കെ വഴറ്റാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ബെസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ചെറിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് പകരം കൊച്ചുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളി വെന്ത് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവാണ്. ഈ ഒരു കറിയിലോട്ട് നമുക്ക് തക്കാളി ഇതുപോലെ തന്നെ അരിഞ്ഞിടുവോ അല്ലാന്നുണ്ടെങ്കിൽ അരച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നിന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് കിട്ടും. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന മസാല. അപ്പം മസാല എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ മസാലക്കൂട്ടും അതുപോലെ തക്കാളിയും സവോളയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1-2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ഈ ഒട്ടുന്ന നമ്മുടെ പാനിൽ ഒട്ടുന്ന ഒരു പരുവം മാറിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വരുമല്ലോ, ആ ഒരു പരുവം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യം മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു ഒട്ടലൊക്കെ മാറിയതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് വരും. ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് ഞാനിവിടെ ഏകദേശം 1/2 കപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് വേണേലും വെള്ളം ചേർത്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നോക്കിയതിന് ശേഷം ചിക്കനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി കുറവുള്ളത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ പീസ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാലക്കൂട്ടിൽ ചിക്കൻ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് വരെ നമുക്കിതിന് കുക്കിംഗ് ടൈം എടുക്കും. ഇനി ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആദ്യം ഒന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ അടപ്പ് മാറ്റി ഒന്ന് തുറന്ന് നോക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇപ്പം തന്നെ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ചെറുതായിട്ട് അടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാത്തവർ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും ഇത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നല്ല ചെട്ടിനാട് ചിക്കൻ കറിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ മേളിൽ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവി മതി. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ചൂടുവെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ്, എരിവാണ് കുറവെങ്കിൽ ഒരു 2 പച്ചമുളകോ നീളത്തിൽ കീറിയിട്ട് കൊടുത്താൽ മതി. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ല ചൂടായിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ കറി സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ചൂടോട് കൂടെ ഇത് സെർവ് ചെയ്യാനും ശ്രദ്ധിക്കണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് സ്റ്റൈല് ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്